ഹലോ ഫ്രണ്ട്സ്, അഭിഎച്ച്എസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഒരു മിനി വ്ളോഗ്. അപ്പം ബാക്കി പറയും. ഗേസ്, ഇന്ന് റംദാൻ 8 നമുക്ക് ഫസ്റ്റത്തെ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല ഗേസ്. നമുക്ക് വയ്യായിരുന്നു, എനിക്ക് തൊണ്ട വേദനയായിരുന്നു. ഇപ്പം എല്ലാം കുറവായി. അങ്ങനെ ഇന്ന് 8 റംദാൻ 8. അപ്പോൾ ഇന്ന് നോമ്പാണ് ഗേസ്. അപ്പോൾ രാവിലെ അപ്പോൾ ഗേസ് ഇപ്പോൾ സമയം 3:23 ഗേസ്. വെട്ടം ഭയങ്കര വെട്ടം. 3:23 അപ്പോൾ നമ്മളെല്ലാം പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിരിക്കുകയാണ് ഗേസ്. അപ്പം അമ്മ ആഹാരം ഉണ്ടാക്കിയാണ്. നച്ചുകുട്ടി നോമ്പാണ്, നല്ല ഗ്രീൻ പീസ്. അപ്പോൾ ഗൈസ് ഇന്നൊരു നോമ്പ് എടുക്കുന്നതുകൊണ്ട് നല്ല ഉഷാറുണ്ട്. അച്ചുകുട്ടി അപ്പം നോക്കി ഗൈസ്. ഫസ്റ്റ് ടൈം നോമ്പാണ്. ഫസ്റ്റ് ടൈം നോമ്പ് അല്ലേ ഗൈസ്. അപ്പവും ഗ്രീൻ പീസ് കറിയും പിന്നെ ചായയും ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട് ഗൈസ്. ക്ഷീണമല്ല, ചെറിയൊരു തെളിഞ്ഞില്ല. അതുകൊണ്ട് ഒരിതാണ് ഈ സ്മൂത്താണെന്നത്. എനിക്ക് പല്ല് വെച്ചിട്ട് കാണാം. ഇവള് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ഞാൻ പിന്നെ 4 വർഷം. ഞാൻ 6, 7, 8, 9 പകുതി നോമ്പ് പിടിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഇതില്ല കേസ്. പിന്നെ ഇപ്പം അതുകൊണ്ട് രാവിലെ ഒരു ഉറക്കണിച്ചതിൻ്റെ ഒരു ക്ഷീണം മാത്രമേ നമുക്കുള്ളൂ. എന്തായാലും വീണ്ടും പോയി കിടന്ന് തുടങ്ങാനുള്ള ക്ഷീണം ഉണ്ടാവും. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗൈസ്, അപ്പവും നേരത്തെ പറഞ്ഞ ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ മുട്ട അവിക്കായിട്ട് ഗൈസ്. ഇത്രയും തന്നെ വയറ് കഴിക്കും, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് അപ്പം ഗൈസ് അപ്പച്ചട്ടിയിലെത്തോട്ടാണ്. പിന്നെ നമ്മൾ ദോശക്കറി ഉണ്ടാക്കുന്നത് ഗൈസ്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഞങ്ങൾക്കുള്ള വീഡിയോസിൽ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സമയമൊക്കെ നോക്കിയാണ് ചെയ്യാൻ. ഇപ്പോൾ സമയം എത്രയായിരുന്നു? ഇപ്പോൾ സമയം 3:36 എന്തോ ആയി ഗൈസ്. അപ്പോൾ 5:17 ആകുമ്പോൾ വാങ്ക് വിളിക്കുമെന്ന് പറഞ്ഞു. അതിന് മുമ്പേ ആഹാരമൊക്കെ കഴിച്ച് തീർക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഗൈസ്. ഫ്രണ്ട്സ്, നമ്മുടെ ആഹാരമൊക്കെ കഴിച്ച് ഫിനിഷ്ഡാക്കി ഗൈസ്. അതിൽ ഒരു 3 അപ്പം കഴിക്കാൻ വിട്ട പാട്. ഇപ്പം സമയം 4:24 ഗൈസ്. എന്തായാലും ഒരു 5:17 ആകുമ്പോൾ വാങ്ങി വിളിക്കുകയുള്ളൂ. ഇവിടെ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ അത്യാവശ്യം കേൾക്കേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്കുള്ള വീഡിയോസിൽ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിത് കിടക്കാൻ പോവുകയാണ്. മണി 4:33. അപ്പം നമുക്ക് രാവിലെ ആകുമ്പോൾ കാണാം ഗൈസ്. അപ്പം രാവിലെ കാണാം. ബൈ ബൈ.
ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും പിടിച്ച് നിൽക്കുന്ന കേസ്. പിന്നെ അച്ചുക്കുട്ടി സൂപ്പ് ഉറക്കമാണ് കേസ്. ഇതുവരെയായിട്ട് അവൾ എണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നോമ്പ് സമയത്ത് ഉറങ്ങാൻ പാടില്ല, എവിടെ കേൾക്കാൻ സൂപ്പ് ഉറക്കും കേസ്. ഇപ്പം എന്താ ഇപ്പം സമയം 1:50 കേസ്. എന്തായാലും ഇങ്ങനെ കുളിക്കണം, മുടിയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കേസ് കുളിച്ചിട്ട് അഡ്രസ്സ് എടുക്കാം. പിന്നെ എന്താ അമ്മയും വെളിയിൽ ഇരിപ്പുണ്ട്, അമ്മ കടക്ക് എൻഗേജ്. അച്ചുകുട്ടി സൂപ്പ് ഉറക്കം, ഇത് വരെയായിട്ട് എണിച്ചിട്ടില്ല. അവളുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. ഞാനിപ്പം പൂച്ചയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ 2 പൂച്ച നിൽപ്പുണ്ട് കേസ്. അതിങ്ങനെ ഞാൻ അന്വേഷിച്ച് നടക്കണതില്ല. അമ്മ അച്ഛനെ വിളിച്ച് തളർന്നു, എണിക്കുന്നില്ല കേസ്. എന്തായാലും എന്താ നമുക്കിനി അങ്ങോട്ടങ്ങോട്ട് വീഡിയോസിൽ കാണാം. അമ്മ അപ്പോൾ എന്താ ഗൈസ്, അപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് കാണാം ഗൈസ്. എന്തായാലും ഇന്നെന്തായാലും നോമ്പ് തുറയെല്ലാം വെളിയിൽ നിന്നായിരിക്കും. രാത്രിത്തെ ഫുഡ് മാത്രം ആക്കുന്നുണ്ടാക്കും, അമ്മയുണ്ടാക്കും. ബാക്കിയെല്ലാം വെളിയിൽ നിന്നാണെന്ന് തോന്നുന്നു. ഈന്തപ്പഴമൊന്നും വാങ്ങിച്ചില്ല, അതൊക്കെ വാങ്ങണം. പിന്നെ ടാങ്ക് വാങ്ങിച്ചു ഗൈസ്, അത് ഞാൻ മറന്നേ. വെള്ളം കലക്കമുണ്ട്. ഇപ്പം വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇതായിരിക്കും. നമുക്കൊരു 6 മണിയൊക്കെ